ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഇനി വേറൊന്നും കൂടി പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, എല്ലാ പണ്ഡിതന്മാരെ പിന്നാലെയും പോവരുത്. എങ്ങനെ എല്ലാ പണ്ഡിതന്മാരെയും പിന്നാലെ പോവരുത്. ഞാൻ ഹദീസ് ഓതിത്തരാം, ഇപ്പൊ ഓതിത്തരാം, ഒരു മിനിറ്റ്. നമ്മള് അവിടെ പോയിട്ട് ഒരു പ്രസംഗം കേൾക്കും, എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയും അവര് പറയുന്നത് ശരിയാണ് കേട്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് അപ്പുറം പോയിട്ട് ഒരു പ്രസംഗം കേൾക്കും, എന്നിട്ട് പറയും അതും ശരിയാണ് കേട്ടാ. ഇവനിപ്പോ എന്താ ഇവന്റെ അവസ്ഥ എന്താ അറിയാ? അതും ശരി ഇതും ശരി, അപ്പൊ ഇതും ശരി. എടാ ചങ്ങാതി, നീ അറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ സമുദായം 73 വിഭാഗങ്ങളായി തരംതിരിയുമെന്നും ഭിന്നിക്കുമെന്നും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമെന്നും ആ 73-ല് ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ ഒന്നൊഴികെ ബാക്കി കുല്ലുഹും ഫിന്നാർ, എല്ലാം നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ എന്താ പറഞ്ഞേ? അതും ശരി ഇതും ശരി ഇതും ശരി എന്നല്ല, അതും ഇതും ശരിയല്ല, ഒന്നേ ശരിയുള്ളൂ, ഒന്നേ സ്വർഗത്തിലുള്ളൂ, ബാക്കി മുഴുവനും നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇവിടുന്ന് പറയുന്നത് അതും ശരി ഇതും ശരി. ചങ്ങായ, അതും ഇതും ശരിയില്ല, ശരി ഒന്നേ ഉള്ളൂ. അത് ഹബീബ് പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒന്നേ ശരിയുള്ളൂ, ഒന്നേ സ്വർഗത്തിലുള്ളൂ. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ്, അഥവാ സമസ്ത പ്രതിനിധാനം ചെയ്യുന്ന ഈ ഒരു ആദർശമാണ്. അല്ലാഹുവേ, മരണം വരെ ഞങ്ങളെ ഇതിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. അപ്പം പറഞ്ഞില്ലേ, എല്ലാ പണ്ഡിതന്മാരെയും പിന്നാലെ കൂടരുത്, എല്ലാ പ്രസംഗത്തിന്റെ പിന്നാലെയും പോവരുത്, എല്ലാ എഴുത്തിന്റെ പിന്നാലെയും സഞ്ചരിക്കരുത്, എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കരുത്. അങ്ങനെ തന്നെയാ. വിശാലമായി പറയുകയാണെങ്കിൽ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കരുത്, എല്ലാവരുടെയും കൂടെ ഇരിക്കരുത്.